ഡ്രീം ലൈനർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 14 വർഷമായിട്ട് ലോകത്ത് സർവീസ് ചെയ്യുന്ന ഒരു വിമാനമാണ്. ഇതുവരെ ഒന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള. പക്ഷേ എന്തായാലും ഒരു ദുരൂഹത അടങ്ങിയ ഒരു അപകടമാണ്. പെട്ടെന്നൊരു ആൻസർ പറയാൻ കഴിയില്ല. ഇപ്പോൾ എയർ ഇന്ത്യ വിമാനങ്ങളെക്കുറിച്ച് മുമ്പ് അതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, മെയിൻ്റനൻസിൻ്റെ പ്രശ്നമുണ്ട് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ പല സാധാരണ ആളുകളും ഉന്നയിക്കാറുണ്ട്. അതൊരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂ ആകാം, എനിക്കത് 100% ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. എങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നു എന്നുള്ള ഒരു ആരോപണം ഏതെങ്കിലും തരത്തിൽ ശരിവെക്കപ്പെടുമോ? എനിക്ക് തോന്നുന്നില്ല അത് ശരിയാവുന്നു. ഒരു നോൺ എക്സ്പേർട്ട് പാസഞ്ചറുടെ ഒരു വ്യൂ ആയിട്ട് തോന്നാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു വിമാനം എവറി ട്രിപ്പിന് മുമ്പ് എഞ്ചിനീയറിംഗ് സ്റ്റാഫ് റിലീസ് ചെയ്യാതെ വിമാനം പൈലറ്റ്സിന് ഹാൻഡ് ഓവർ ചെയ്യില്ല. അത് ടാറ്റ കൺട്രോൾ ചെയ്യുന്ന എയർ ഇന്ത്യയിൽ അത്തരത്തിലൊരു പോരായ്മ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമല്ല, ഈ അടിക്കടി വന്ന മംഗലാപുരവും അതിനുശേഷം നമ്മുടെ ഇവിടെ കരിപ്പൂരമൊക്കെ ഉണ്ടായതിനു ശേഷം അങ്ങേയറ്റം ടൈറ്റ് ആക്കിയിട്ടുണ്ട് സേഫ്റ്റി പ്രോട്ടോക്കോൾസ്. ഇതിനൊരു വിധത്തിലുള്ളൊരു മാർജിൻ എററുമില്ല. പക്ഷേ എന്തോ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ബേർഡ് ഹിറ്റ് എന്ന് പറയുന്നുണ്ട്. ബേർഡ് ഹിറ്റ് ആണെങ്കിലും ഒരു എൻജിൻ വെച്ചിട്ട് പ്ലെയിൻ മെനുവർ ചെയ്യാൻ കഴിയുന്നൊരു വിമാനമാണത്. പക്ഷേ എന്തുകൊണ്ട് അതോ ഒരു വലിയ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് വന്ന് 2 എൻജിനും ഉള്ളിൽ കടന്ന് അങ്ങനെ വന്നോ? അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് 9-ാം തീയതിയാണ് ഞാൻ അഹമ്മദാബാദിൽ ഒരു പ്രൈവറ്റ് ഫംഗ്ഷന് പോയിരുന്നു. വളരെ എക്സസീവ് ആയിട്ടുള്ള ചൂടായിരുന്നു. അപ്പോൾ 40 ഡിഗ്രിക്ക് മുകളിലായിരുന്നു. പിന്നെ അവിടെ ചുറ്റുപാടും ഒരുപാട് ബിൽഡിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പം ഒരുതരം എന്നാലും വിസിബിലിറ്റി ഒക്കെ ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് പൈലറ്റ്സ് പറഞ്ഞു, അല്ല ഇതിൽ റിപ്പോർട്ട്സിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് കൂടുന്തോറും പ്ലെയിൻ ഫുള്ളി ലോഡഡാണ്. അതായത് ഏതാണ്ട് 80-90 ടൺ ഏവിയേഷൻ ഫ്യൂവൽ തന്നെ പ്ലെയിനിലുണ്ട്. പിന്നെ പാസഞ്ചേഴ്സ് ഉണ്ട്, അവരുടെ ലഗേജ് ഉണ്ട്. അപ്പോൾ ഒരു ഡ്രോബാക്ക് ഉണ്ടായോ റൺവേയിൽ ഓടിയപ്പോൾ? റൺവേ ഏതാണ്ട് 3400 മീറ്റർ ലെങ്ത് ഉള്ളതാണ്. 1900 മീറ്ററിൽ ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രിമച്വറായിട്ട് ചെയ്തോ? ഏതായാലും നമ്മുടെ ഒരു അനുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഒരു AIBയുടെ റിപ്പോർട്ട് വന്ന ശേഷം നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. തീർച്ചയായിട്ടും ഈ ബോയിങ് വിമാനങ്ങൾ അടിക്കടി അപകടത്തിൽപ്പെടുന്നു എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്ക് കരിപ്പൂരിൽ അപകടം ഉണ്ടായപ്പോൾ അതൊരു ബോയിങ് 737 ആയിരുന്നു. മംഗലാപുരത്തും ബോയിങ് വിമാനമായിരുന്നു. ഇത് മാത്രമല്ല, ഈ അപകടത്തിന് ശേഷം വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, ഈ ഡ്രീം ലൈനറിനെ കുറിച്ച് തന്നെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒരു അന്വേഷണം നടത്തുകയാണെന്നും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന് മുമ്പാകെ ബോയിങ്ങിൻ്റെ തന്നെ ഒരു എഞ്ചിനീയർ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് എന്നുമൊക്കെയാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബോയിങ്ങിന് കൂടി ഒരു തരത്തിലുള്ള ഇമേജ് ലോസ് ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ ബോയിങ് വിമാനങ്ങൾ കൂടുതലായി അപകടത്തിൽപ്പെടുന്നുണ്ട് എന്ന തരത്തിലുള്ള അനാലിസിസ് ശരിയാണോ താങ്കളുടെ ദൃഷ്ടിയിൽ? തീർച്ചയായിട്ടും അല്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഡ്രീം ലൈനർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 14 വർഷമായിട്ട് ലോകത്ത് സർവീസ് ചെയ്യുന്ന ഒരു വിമാനമാണ്. ഇതുവരെ ഒന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള. പക്ഷേ ഓഫ് കോഴ്സ് ഈ മാക്സ് ബോയിങ്ങിൻ്റെ തന്നെ 737 മാക്സിന് എഞ്ചിൻസിനെ പറ്റിയിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിൽ പ്രാറ്റ് ആൻഡ് വിറ്റ്നി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടാക്കിയ എഞ്ചിനുകളിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് പിന്നെ റീപ്ലേസ് ചെയ്തു. ഡ്രീം ലൈനേഴ്സൊക്കെ ജനറൽ ഇലക്ട്രിക് മോഡലിൻ്റെ എഞ്ചിൻസാണ്. അതിനൊന്നും ഇന്ന് വരെ ഒരു പരാതി ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. പിന്നെ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് അന്ന് വന്നത് ബേസിക്കലി അതിൻ്റെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇഷ്യൂസ് ആയിരുന്നു എന്നാണ് എൻ്റെ റീഡിങ്. ടെക്നിക്കലായിട്ട് ഒരു എഞ്ചിനീയർ പറഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അത്തരത്തിലൊരു അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും അതിർക്ക് പിന്നെ AOC അവർക്ക് ഫ്ലൈ ചെയ്യാനുള്ള അനുവാദം കൊടുക്കില്ല. കാരണം മാക്സ് ഇഷ്യൂ വന്നപ്പം തന്നെ 737s ഗ്രൗണ്ട് ചെയ്യാൻ മൂവ് ചെയ്തതായിട്ട് നമ്മുടെ DGCA ഉടനെ തന്നെ ഉത്തരവ് കൊടുത്തിരുന്നതല്ലേ. അത്തരത്തിലൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ എന്തായാലും ഒരു ദുരൂഹത അടങ്ങിയ ഒരു അപകടമാണ്. പെട്ടെന്നൊരു ആൻസർ പറയാൻ കഴിയില്ല. കാരണം മാംഗ്ലൂർ ക്രാഷ് കഴിഞ്ഞിട്ടാണ് ഞാൻ DGC ആയിട്ട് ടേക്ക് ഓവർ ചെയ്തത്. അത് കുറച്ച് അപ്പാരൻ്റ് ആയിരുന്നു. കണ്ടാൽ തന്നെ എങ്ങനെ നടന്നു എന്നുള്ളതിനെ പറ്റി നമുക്കൊരു രൂപം ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഈ കേസിൽ അത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ബേർഡ് ഹിറ്റ്സ് ആണോ കാരണം, അതോ എന്തുകൊണ്ടോ ലോസ് ഓഫ് പവർ ഉണ്ടായി, അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.